നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സമാധാനത്തിൻ്റെ പൊൻകിരണം പശ്ചിമേഷ്യയുടെ ആകാശങ്ങളിൽ തെളിയുന്നു എന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ, സൂചനകളൊക്കെ പുറത്തു വരുന്നു. അങ്ങേയറ്റം ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളടക്കം ആയിരങ്ങളുടെ ജീവൻ നഷ്ടമായ ഗാസയുടെ യുദ്ധഭൂമിയിൽ സമാധാനം എത്തുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ ഇനിയും നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ആകാംക്ഷ, ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ആദ്യ ഘട്ടം മാത്രമാണ്. ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതികളിൽ ഹമാസ് ഒരുപക്ഷെ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഹമാസിന് താല്പര്യമില്ലാത്ത നിബന്ധനകൾ ഇനിയുമുണ്ട്. അവരുടെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ. എങ്കിൽ കൂടിയും ആ ശ്രമങ്ങൾ ഒരു ഘട്ടത്തിലേക്ക്, ഒരു ആദ്യ കടമ്പ കടന്നിരിക്കുന്നത് അങ്ങേറ്റം ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എന്തായാലും വിശദമായ നിയമസഭയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്നിപ്പോൾ നിയമസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ സഭ സ്തംഭിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുമുണ്ടായി, ഈ സഭാ സമ്മേളനവുമായി സഹകരിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുമുണ്ടായി. എന്തായാലും ഒരുപക്ഷെ നിയമസഭ വെട്ടിച്ചുരുക്കുന്ന ഒരു തലത്തിലേക്ക് ഒരുപക്ഷെ സ്പീക്കർ കാര്യങ്ങൾ തീരുമാനിച്ചേക്കാം.